A company is in the usual sense means an association of persons united for a common object. It's usually used to refer to an association of persons for carrying on a commercial or industrial enterprise. അതാണ് കമ്പനിയുടെ ഫസ്റ്റ് ഒരു ഡെഫിനിഷൻ അല്ല മീനിങ് പറയുന്നത്. കമ്പനി എന്ന് പറയുന്നത് യൂഷ്വൽ സെൻസിൽ എന്താണ് അർത്ഥമാക്കുന്നതെന്നാണ് പറയുന്നത്. ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്, കുറേ ആളുകളുടെ കൂട്ടായ്മയാണ്. യുണൈറ്റഡ് ഫോർ എ കോമൺ ഒബ്ജക്ട്സ്, അവരെല്ലാം ഒരുമിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തെങ്കിലും ഒരു കോമൺ ഒബ്ജക്റ്റീവിന് വേണ്ടിയിട്ടായിരിക്കും. ഓക്കെ, ഏതെങ്കിലും സെയിം ആയിട്ടുള്ള ഒരു സെയിം ഒബ്ജക്റ്റാണ് അവിടെ കൂടിയിരിക്കുന്ന ആളുകളുടെ എല്ലാം ലക്ഷ്യം ഒന്ന് തന്നെയാണ് അല്ലേ. അങ്ങനെയുള്ള ആളുകൾ ഇപ്പോൾ ഒരു ട്രസ്റ്റ് ആണെന്നിരിക്കെ അതിനെ നമുക്കൊരു കമ്പനിയായിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. അപ്പോൾ ട്രസ്റ്റിൽ വന്നിരിക്കുന്ന ആളുകളുടെ എല്ലാം മോട്ടീവ് എന്താണ്? സർവീസ് മോട്ടീവാണ്. ഒരു ഓൾഡ് ഏജ് ഹോം ആണെന്നിരിക്കെ. അപ്പോൾ അവിടെയുള്ളവരുടെ എല്ലാം എയിം എന്ന് പറയുന്നത് ഒന്ന് തന്നെയായിരിക്കും. ഓക്കെ, അതുതന്നെയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ രൂപീകരിച്ചിരിക്കുന്ന ആളുകളുടെ എല്ലാം കൂടി ഒരു അസോസിയേഷൻ ഉണ്ടാക്കിയിരിക്കുകയാണ്. അവരുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കോമൺ ഒബ്ജക്റ്റീവാണ്, സെയിം ഒബ്ജക്റ്റീവ് തന്നെയാണ്. ഇറ്റ് ഈസ് യൂഷ്വലി യൂസ്ഡ് ടു റെഫർ to an association of persons who are carrying on commercial or industrial enterprises. നമ്മുടെ കമ്പനി എന്ന വേർഡ് നമ്മൾ കൂടുതലായി ഉപയോഗിക്കുന്നത് ഇതുപോലെയുള്ള അസോസിയേഷൻസിനെ എല്ലാം നമ്മൾ കമ്പനി എന്ന് പറയാൻ പറ്റില്ല. അവരുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരിക്കും? കൊമേഴ്ഷ്യൽ ഓർ ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസ്, അങ്ങനെ അതായിരിക്കും അവരുടെ കോമൺ ഒബ്ജക്റ്റീവിൽ ഉണ്ടാവുക. ഒരു കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒബ്ജക്റ്റീവായിരിക്കും, അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ എൻ്റർപ്രണർഷിപ്പ് ആയിട്ടുള്ള ഒരു എൻ്റർപ്രൈസ് എന്ന രീതിയിലുള്ള ഒബ്ജക്റ്റീവ് ആയിരിക്കും. അല്ലാതെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ട്രസ്റ്റ് അതുപോലെയുള്ളവർക്ക് കമ്പനി എന്ന രീതിയിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അവർക്കൊരു കൊമേഴ്ഷ്യലായിട്ടുള്ള ആവശ്യമാണോ? അല്ല, അതൊരു സർവീസ് ഓറിയൻറ്റഡ് നോൺ മോണിറ്ററി ആയിട്ടുള്ള എൻ്റർപ്രൈസാണ്. നോൺ എക്കണോമിക്കലായിട്ടുള്ള അങ്ങനെ പറയാൻ പറ്റില്ല. അതായത് അവരുടെ എയിമെന്ന് പറയുന്നത് എന്തല്ല? കൊമേഴ്ഷ്യൽ അല്ല, വാണിജ്യപരമായിട്ടുള്ള എയിമല്ല. എന്നാൽ കൊമേഴ്ഷ്യലായിട്ടോ ഇൻഡസ്ട്രിയൽ രീതിയിലോ ഉള്ള ഒബ്ജക്റ്റീവായിട്ടുള്ള ആളുകളുടെ അസോസിയേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കമ്പനി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. രണ്ടാമത്തെ പാരഗ്രാഫിൽ ലോർഡ് ജസ്റ്റിസ് ലിൻഡ്ലെയുടെ ഒരു ഡെഫിനിഷനാണ് പറഞ്ഞിരിക്കുന്നത്. Lord Justice Lindley defines a company as an association of many persons who contribute money or money's worth to the common stock and employ it in some common trade or business, and who share the profit or loss arising therefrom. The common stock so contributed is denoted in money and is the capital of the company. The persons who contribute it or to whom it belongs are members. The proportion of capital to which each member is entitled is his share. ലോർഡ് ജസ്റ്റിസ് ലിൻഡ്ലെയുടെ ഒരു ഡീറ്റെയിൽഡ് ഡെഫിനിഷനാണ്. കമ്പനിയെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് വരുന്നുണ്ട്. അതൊരു നല്ല ഡെഫിനിഷനാണ്. എന്താണ് അദ്ദേഹം പറയുന്നത് കമ്പനിയെ പറ്റി? ആൻ അസോസിയേഷൻ ഓഫ് മെനി പേഴ്സൺസ് എന്ന് വെച്ചാൽ രണ്ടോ അതിലധികമോ ആളുകൾ ചേർന്ന് നടത്തുന്ന ഒരു അസോസിയേഷനാണിത്. അസോസിയേഷൻ മീൻസ് ഒരു കൂട്ടായ്മ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതിലെ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഹൂ കോൺട്രിബ്യൂട്ട് മണി ഓർ മണീസ് വർത്ത്, അവരോരോരുത്തരും ഇതിലെ മെമ്പേഴ്സായിട്ടുള്ള ഓരോരുത്തരും മണി അല്ലെങ്കിൽ മണീസ് വർത്ത്, പണമോ പണത്തിന് തുല്യമായ മറ്റെന്തെങ്കിലുമോ എന്ത് ചെയ്യുന്നുണ്ട്? കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഒരു അവരവരുടേതായ കോൺട്രിബ്യൂഷൻസ് ഇതിനകത്തേക്ക് ഉണ്ടാകുന്നുണ്ട്. ടു എ കോമൺ സ്റ്റോക്ക്, അതായത് കോമൺ സ്റ്റോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാവരും കൂടെ ഒരുമിച്ച് കൊണ്ടുവരുന്നത് എന്താണോ ആ എമൗണ്ട്, അത് എമൗണ്ട് എന്ന് നമ്മൾ മണിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ എന്താണ് ലോർഡ് ജസ്റ്റിസ് ലിൻഡ്ലെയുടെ ഡെഫിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്? ആൻ അസോസിയേഷൻ ഓഫ് മെനി പേഴ്സൺസ് ഹൂ കോൺട്രിബ്യൂട്ട് മണി ഓർ മണീസ് വർത്ത്, പണമോ പണത്തിന് തുല്യമായിട്ടുള്ള എന്തോ ഒന്നാണ്. ടു എ കോമൺ സ്റ്റോക്ക്, നമ്മളുടെ ആ ക്യാപിറ്റലിനെയാണ് അവിടെ കോമൺ സ്റ്റോക്ക് എന്ന് ആ ഡെഫിനേഷനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ മീനിങ്. ആൻഡ് എംപ്ലോയ് ഇറ്റ്,
ആൻഡ് എംപ്ലോയ് ഇറ്റ്. അവിടുത്തെ ഇറ്റ് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ കൊണ്ടുവന്ന ക്യാപിറ്റൽ, അതായത് ആ കൊണ്ടുവന്ന എമൗണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ സം കോമൺ ട്രേഡ് ഓർ ബിസിനസ്. നമ്മുടെ ബിസിനസ്സിൽ, നമ്മുടെ കമ്പനിയിൽ ഏതോ ഒരു കോമൺ ഒബ്ജക്റ്റീവിന് വേണ്ടിയാണ് ഈ പേഴ്സൺസ് എല്ലാം ഒരുമിച്ച് വന്നിരിക്കുന്നത് നമ്മൾ പറഞ്ഞല്ലോ. ആ ആക്ടിവിറ്റിയാണ് ഇവിടെ കോമൺ ട്രേഡ് അല്ലെങ്കിൽ കോമൺ ബിസിനസ്. നമ്മുടെ ആ ഒബ്ജക്റ്റീവ്, കമ്പനിയുടെ മെയിനായിട്ടുള്ള ആ ഒബ്ജക്റ്റീവ് എന്തിനു വേണ്ടിയാണോ എല്ലാ പേഴ്സൺസും കൂടി ഇവിടെ ഒരു അസോസിയേഷൻ ഫോം ചെയ്തത്, അതിനു വേണ്ടിയായിരിക്കണം അവർ ആ കോൺട്രിബ്യൂട്ട് ചെയ്ത ക്യാപിറ്റൽ യൂസ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ ചേർന്ന് ABC കമ്പനി ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ആളുകളെല്ലാം എത്രത്തോളം പാർട്ടാണ് ക്യാപിറ്റൽ തന്നതെന്ന് നമ്മൾ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെയാണ്. അതായത് A എന്ന് പറയുന്ന പേഴ്സൺ 1,00,000 രൂപ തന്നു, B എന്ന് പറയുന്ന പേഴ്സൺ 1,50,000 തന്നു, 3 എന്ന് പറയുന്ന ആൾ 2 lakh തന്നെന്ന് വെച്ചു. ഞാൻ അതിന് ഫേർണിച്ചറും മെഷീനറിയാണ് പ്രൊവൈഡ് ചെയ്തത്. ഇനി ഇതെല്ലാം യൂസ് ചെയ്ത് അവർ നമ്മുടെ ബിസിനസ്സിന് വേണ്ടി, ഞങ്ങളൊരു ഒരു ഗാർമെൻറ്റ് ബിസിനസ്സാണെന്ന് കരുതുക, അങ്ങനെയുള്ള ബിസിനസ് ഒരു കമ്പനിയാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിനു വേണ്ടി വേണം ഉപയോഗിക്കാൻ. ഈ 4 പേരുടെ ABC ആൻഡ് മീ, ഞങ്ങൾ 4 പേരും കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്നതിൻ്റെ കോമൺ ട്രേഡ് അല്ലെങ്കിൽ കോമൺ ബിസിനസ് എന്ന് പറയുന്ന ആ ഗാർമെൻറ്റ് ബിസിനസ്സിന് വേണ്ടി മാത്രമായിരിക്കണം അത് ഉപയോഗിക്കുന്നത്, അല്ലാതെ വേറെ പേഴ്സണൽ യൂസിന് വേണ്ടി ഉപയോഗിക്കാനായിട്ട് പാടില്ല. ആൻഡ് ഹൂ ഷെയർ ദ പ്രോഫിറ്റ് ഓർ ലോസ് അറൈസിങ് ദർ ഫ്രം. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഞങ്ങൾ 4 പേരുമാണ്, അതായത് ഈ അസോസിയേഷൻ, ഈ കമ്പനിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഈ 4 പേരുമാണ്, ക്യാപിറ്റൽ കൊണ്ടുവന്ന 4 പേരുമാണ് ഇതിൻ്റെ പ്രോഫിറ്റും ലോസും ഷെയർ ചെയ്യുന്നത്. പ്രാക്ടിക്കലി വരുമ്പോൾ ഒരു കമ്പനിയിൽ 3-4 മെമ്പേഴ്സൊന്നും ആയിരിക്കില്ല. അതിൻ്റെ ഷെയർസ് പർച്ചേസ് ചെയ്യുന്ന എല്ലാവരും തന്നെ അതിൻ്റെ ഓണേഴ്സ് ആയിരിക്കും. ഷെയർസ് പർച്ചേസ് ചെയ്യുക എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? ഒരു കമ്പനിയിലെ നമ്മൾ മൂലധനം, അതിന് ക്യാപിറ്റലിന് വേണ്ടിയിട്ടുള്ള എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിലൊരു ഭാഗമാവുകയാണ് ചെയ്യുന്നത്. ഷെയർ എന്താണ് എന്നൊക്കെ നിങ്ങൾ +2 ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? ഷെയർസ് എന്ന് വെച്ചാൽ എന്താണ് ഷെയർസ് എന്ന് വെച്ചാൽ? പറയൂ. കൊമേഴ്സ് സ്റ്റുഡൻസ് തന്നെയല്ലേ നിങ്ങൾ? എന്നിട്ട് എന്താ മിണ്ടായിരിക്കുന്നേ? പറയൂ, നിങ്ങളുടെ ക്ലാസ്സിലെ ലീഡർ ആരാ? ഞാൻ പറയുന്നതൊക്കെ കേൾക്കുന്നില്ല നിങ്ങൾക്ക്? കേൾക്കുന്നുണ്ടോ? റെസ്പോണ്ട് ചെയ്യും പിള്ളേരെ. ആരെങ്കിലും ഒരാൾ കേൾക്കുന്നുണ്ടെന്നെങ്കിലും പറ. മൈക്കൊന്നും ഓഫല്ലല്ലോ, പിന്നെന്താ? ഹലോ, കേൾക്കുന്നുണ്ടെങ്കിൽ പറയൂ. ഷെയർസ് എന്ന് വെച്ചാൽ എന്താണ്? ഷെയർസ് എന്താണ്? എന്താണ് ഷെയർസ്? പറയൂ. ഇപ്പം ആരായിരുന്നു ആരുടെ സൗണ്ടാണ് കേട്ടത്? ഇതെന്താ ഇങ്ങനെ പോകുന്നത്? ഓക്കെ. ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കമ്പനിക്ക് വേണ്ടി വരുന്ന ക്യാപിറ്റൽ എമൗണ്ടുകളെ, ടോട്ടൽ എമൗണ്ടുകളെ നമ്മൾ പല ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യും. അതിലെ ഓരോ പീസിനെ, ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ബർത്ത്ഡേക്ക് ഒരു വലിയ കേക്ക് വാങ്ങുകയാണ്. അപ്പോൾ ബർത്ത്ഡേ ബോയ് വന്നിട്ട് കേക്ക് എല്ലാവരുടെ ഫ്രണ്ടിൽ വെച്ച് കട്ട് ചെയ്യും അല്ലേ? ആദ്യം ഒരു കട്ട് ചെയ്യും, അതേപോലെ തന്നെ ഓരോരോ തുല്യ പീസുകളായിട്ട് ഫുൾ കേക്കിനെ കട്ട് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ? നമ്മുടെ കമ്പനിയിലെ ടോട്ടൽ ക്യാപിറ്റൽ എമൗണ്ടിനെ, എത്രയാണോ ക്യാപിറ്റൽ അവർക്ക് വേണ്ടത്, ചിലപ്പോൾ 5 ലക്ഷം രൂപയായിരിക്കാം വേണ്ടത്, ചിലപ്പോൾ 10 ലക്ഷം രൂപയായിരിക്കാം വേണ്ടത്, ചിലപ്പോൾ 1 കോടിയോ 10 കോടിയോ ഒക്കെ ആയിരിക്കും അവർക്ക് വേണ്ട എമൗണ്ട് അല്ലേ? അവർക്ക് വേണ്ട എമൗണ്ട് ഏതാണോ ആ എമൗണ്ടുകളെ ഫുള്ളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈക്വൽ പാർട്ടുകളായിട്ട്, ഈക്വൽ കുഞ്ഞു പാർട്ടുകളായിട്ട്, കുഞ്ഞു യൂണിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യും. ഈ വലിയ കേക്കിനെ നമ്മൾ കുഞ്ഞു പീസാക്കുന്ന പോലെ ടോട്ടൽ റിക്വയർഡ് ക്യാപിറ്റലിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കുട്ടി പീസുകളാക്കി മാറ്റണം. അതിലെ ഓരോ യൂണിറ്റിനെയും പറയുന്ന പേരാണ് ഷെയർ.
ഓക്കെ, നമ്മുടെ ഫുൾ കേക്കിനെ നമ്മൾ കുഞ്ഞു പീസാക്കി ഒരു കേക്ക് പീസിനെ അത് നമ്മുടെ കേക്കിൻ്റെ ഷെയർ ആണ് അല്ലേ. അതുപോലെ ഈ ഫുൾ ക്യാപിറ്റൽ ആ റിക്വയർഡ് ആയിട്ടുള്ള ക്യാപിറ്റലിനെ കുഞ്ഞു കുഞ്ഞു പീസാക്കുന്നതിലെ ഒരു കുഞ്ഞു പീസിൻ്റെ പേരാണ് ഷെയർ. ഏറ്റവും കുഞ്ഞു പീസിന് ചിലപ്പോൾ 10 രൂപയോ അല്ലെങ്കിൽ 12 രൂപയോ 15 രൂപയൊക്കെയോ ഉണ്ടാവുകയുള്ളൂ അല്ലേ. അങ്ങനെ ഒരുപാട് ആളുകൾ ഈ കുഞ്ഞു കുഞ്ഞു പീസസുകൾ, അതായത് കുഞ്ഞു കുഞ്ഞു ഷെയറുകൾ പർച്ചേസ് ചെയ്യുമ്പോഴാണ് വലിയ വലിയ കമ്പനീസിന് അവരുടെ ടോട്ടൽ എമൗണ്ടുകൾ സമാഹരിക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ കമ്പനിയിലെ ക്യാപിറ്റൽ നമ്മൾ രൂപീകരിച്ചെടുക്കുന്നത്. അതേപോലെ ഈ ക്യാപിറ്റൽ നൽകുന്ന ആൾക്കാർക്കായിരിക്കുമല്ലോ നമ്മുടെ ബിസിനസ്സിൽ നിന്നും ലാഭവും നഷ്ടവും ഉണ്ടായാലും അത് ഷെയർ ചെയ്യാനുള്ള അവകാശം. സോ നമ്മുടെ നഷ്ടമായാലും ലാഭമായാലും ഈ ഷെയർസ് വാങ്ങുന്ന ഓരോരുത്തർക്കും ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, വീതിച്ച് കൊടുക്കുന്നത്. ഈ ഷെയർസ് പർച്ചേസ് ചെയ്തവർക്കായിരിക്കും നമ്മുടെ ലോസോ പ്രോഫിറ്റോ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, നമ്മുടെ ഡെഫിനിഷനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആൻഡ് എംപ്ലോയിഡ് ഇറ്റ് ഇൻ സം കോമൺ ട്രേഡ് ഓർ ബിസിനസ്. അതായത് നമ്മളിങ്ങനെ വലിയ പീസായിട്ടുള്ള, നമ്മുടെ വലിയ കേക്ക് പോലത്തെ വലിയ പീസായിട്ടുള്ള ഫുൾ ടോട്ടൽ റിക്വയർഡ് ക്യാപിറ്റലിനെ നമ്മളിൽ ഈക്വൽ പാർട്ടുകളായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തതിൽ ഒരു കഷ്ണങ്ങളാണെന്ന് നമ്മുടെ ഷെയർ എന്ന് പറയുന്നത് അല്ലേ. ആ ഷെയറുകളെല്ലാം നമ്മൾ പബ്ലിക്കിന് സെയിൽ ചെയ്തു. പബ്ലിക് അത് വാങ്ങി, പബ്ലിക്കിലെ കുറേ ആളുകൾ വാങ്ങി. ആ വാങ്ങിയവരെല്ലാം നമ്മുടെ കമ്പനിയുടെ ഓണേഴ്സായി മാറി. നമ്മുടെ കമ്പനിക്ക് വേണ്ട ക്യാപിറ്റലാണ് അവർ നമുക്ക് നൽകിയത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ക്യാപിറ്റൽ ഉപയോഗിച്ച്? എംപ്ലോയിഡ് ഇറ്റ്, അതായത് ഈ ക്യാപിറ്റൽ നമ്മൾ ഉപയോഗിക്കുന്നു ഇൻ സം കോമൺ ട്രേഡ് ഓർ ബിസിനസ്. നമ്മുടെ കമ്പനിയുടെ ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണോ, കമ്പനിയുടെ എന്താണോ അവിടെ നടക്കുന്ന ട്രേഡ്, എന്ത് ബിസിനസ്സാണോ നടത്തുന്നത്, ആ കോമൺ ട്രേഡ് അല്ലെങ്കിൽ ആ ബിസിനസ് നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നിട്ട് നമ്മൾ ആ ബിസിനസ്സിൽ നിന്ന് ലഭിക്കുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഡിവിഡൻഡ് എന്ന പേരിലാണ് ഈ ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യുന്നത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അത് നിങ്ങൾ +2 കൊമേഴ്സാണ് പഠിച്ചിരുന്നതെങ്കിൽ നിങ്ങൾക്കത് നന്നായിട്ട് അറിയാവുന്നതാണ്. ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോഫിറ്റ് എല്ലാം വീതിച്ചു കൊടുക്കുന്നു. അതിൻ്റെ പേര്, അതിനെ എന്താ നമ്മൾ പറയുന്നത്, ഡിവിഡൻഡ് എന്ന പേരിലാണ് കൊടുക്കുന്നത്. അത് തന്നെയാണ് ഈ ഡെഫിനിഷനകത്തും പറയുന്നത്. അടുത്ത സെൻറ്റൻസ് നോക്കൂ. ദി കോമൺ സ്റ്റോക്ക് സോ കോൺട്രിബ്യൂട്ടഡ് ഈസ് ഡിനോട്ടഡ് ഇൻ മണി ആൻഡ് ഇസ് എ ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, നമ്മുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ABC ലിമിറ്റഡിനകത്ത് 3 പേര് എമൗണ്ട് മണിയായിട്ടാണ് ക്യാപിറ്റൽ തന്നതെങ്കിൽ ഒരാൾ ഫേർണിച്ചർ അല്ലെങ്കിൽ മെഷീനറി ആയിട്ടാണ് ക്യാപിറ്റൽ തന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ അക്കൗണ്ടുകളിൽ അത് കാണിക്കുമ്പോഴോ അക്കൗണ്ടുകളിലോ അല്ലെങ്കിൽ നമ്മളത് ഡിനോട്ട് ചെയ്യുമ്പോഴോ മണിക്ക് പണം എത്രയാണ്, അതിൻ്റെ മോണിറ്ററി വാല്യൂ എത്രയാണ്, ആ പണം വാല്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത്. എത്രയാണോ ആ മെഷീനറിയുടെ മണി വാല്യൂ, അതായിരിക്കും അയാൾ കോൺട്രിബ്യൂട്ട് ചെയ്ത ക്യാപിറ്റലായിട്ട് നമ്മൾ കാണിക്കുന്നത്. ആൻഡ് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി. അതിൻ്റെ ടോട്ടലായിരിക്കും, അതായത് ഈ പേഴ്സൺസ് എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന, ഷെയർ വഴി കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ഓരോ എമൗണ്ടുകളുടെയും ടോട്ടലിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്യാപിറ്റൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി അടുത്ത സെൻറ്റൻസിൽ എന്താ പറയുന്നത്? ദ പേഴ്സൺസ് ഹൂ കോൺട്രിബ്യൂട്ട് ഇറ്റ് ഓർ ടു ഹൂം ഇറ്റ് ബിലോങ്സ് ആ മെമ്പേഴ്സ്. ഓക്കെ, ഇനി അതിനെ അടുത്ത സെൻറ്റൻസിൽ പറയുന്നത് ആരാണോ ഈ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുകൾ. നമ്മൾ പറഞ്ഞല്ലോ എങ്ങനെയാണ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, നമ്മൾ ഷെയറുകളായിട്ട് പബ്ലിക്കിന് കൊടുക്കുന്നു, പബ്ലിക് അതെല്ലാം വാങ്ങി, അങ്ങനെയാണ് ക്യാപിറ്റൽ നമുക്ക് റേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇനി അങ്ങനെ നമുക്ക് പണം കോൺട്രിബ്യൂട്ട്, നമ്മുടെ കമ്പനിയിലേക്ക് പണം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഈ പേഴ്സൺസിനെ അല്ലെങ്കിൽ ആ പേഴ്സൺസിനെ നമ്മൾ പറയുന്നത് ആരാണ്? അവർ നമ്മുടെ മെമ്പേഴ്സാണ്. ആ ഷെയർ ഹോൾഡേഴ്സ് എല്ലാം കമ്പനിയുടെ ഓണർഷിപ്പ് മെമ്പേഴ്സാണ്. ദ പ്രൊപ്പോർഷൻ ഓഫ് ക്യാപിറ്റൽ ടു വിച്ച് ഈച്ച് മെമ്പർ ഈസ് എൻറ്റൈറ്റിൽഡ് ഈസ് ഹിസ് ഷെയർ. ഓക്കെ, അവരെന്താണോ എത്ര പ്രൊപ്പോർഷൻ ആണോ ഉള്ളത് അതാണ് അവരുടെ ഷെയർ. ഓക്കെ, അപ്പം 25% എമൗണ്ടും നമുക്ക് തന്നിട്ടുള്ളത് ക്യാപിറ്റലിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് മിസ്റ്റർ എ ആണ്. 10% നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് മിസ്റ്റർ ബി ആണ്. 5% കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് മിസ്റ്റർ സി ആണ്. അങ്ങനെ വരുമ്പോൾ ഇവരുടെയൊക്കെയും ഷെയർ എന്ന് പറയുന്നത് എത്രയാണോ അവർ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന പ്രൊപ്പോർഷൻ ഓഫ് ക്യാപിറ്റൽ, അത് തന്നെയായിരിക്കും അവരുടെ ഷെയർ എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ ലോർഡ് ജസ്റ്റിസ് ലിൻഡ്ലേയുടെ കമ്പനി എന്നതിൻ്റെ മീനിങ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. എന്താണ് ഡെഫിനിഷൻ? ഒന്നും കൂടെ നോക്കൂ. ഡെഫിനിഷനകത്ത് എന്താ എഴുതിയിരിക്കുന്നത്? ലോർഡ് ജസ്റ്റിസ് ലിൻഡ്ലെ ഡിഫൈൻഡ് എ കമ്പനി ആസ് അൻ അസോസിയേഷൻ ഓഫ് മെനി പേഴ്സൺസ്. നമ്മൾ ഒന്നാമത് പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അവിടെ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടായിരിക്കും, മോർ ദാൻ 2 മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. അവരുടെ ആക്ടിവിറ്റി എന്താണ്? ഹൂ കോൺട്രിബ്യൂട്ട് മണി ഓർ മണി ഈസ് വർത്ത് ടു എ കോമൺ സ്റ്റോക്ക്. എന്നിട്ട് അത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ഒരു കോമൺ ബിസിനസ്സിന് വേണ്ടി ഉപയോഗിക്കുന്നു. അതിൻ്റെ പ്രോഫിറ്റും ലോസും എല്ലാം ഷെയർ ചെയ്യുന്നത് ഇവർ തന്നെയാണ്. ഈ ടോട്ടൽ എമൗണ്ടിനെ പറയുന്ന പേരാണ് ഈ ക്യാപിറ്റൽ. ഇനി അതിന് പ്രൊവൈഡ് ചെയ്യുന്നവരെ നമ്മൾ പറയുന്ന, കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കോൺട്രിബ്യൂട്ടേഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് അതിൻ്റെ മെമ്പേഴ്സ്. അവരുടെ മെമ്പർഷിപ്പിൻ്റെ എത്രയാണോ ക്യാപിറ്റലിൻ്റെ പ്രൊപ്പോർഷൻ, അതിനെയാണ് നമ്മൾ ഷെയർ എന്ന് പറയുന്നത്. ഇത് കൂടാതെ മറ്റൊരു ഡെഫിനിഷൻ കൂടിയും നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ കണ്ടോ, ഇവിടെ അടുത്ത പാരഗ്രാഫിൽ, മൂന്നാമത്തെ പാരഗ്രാഫിൽ നമ്മൾ കാണുന്ന ഡെഫിനിഷൻ നോക്കാം. എ കമ്പനി ഈസ് ഓൾസോ ഡിഫൈൻഡ് ആസ് എ വോളണ്ടറി ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ വിച്ച് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി ഹാവിങ് എ കോമൺ സീൽ ആൻഡ് പെർപെച്വൽ സക്സഷൻ. ഇത് സാധാരണ രീതിയിൽ നിങ്ങൾ +2 പഠിച്ചിട്ടുള്ള ഒരു സിമ്പിൾ ഡെഫിനിഷനാണ്. ഇതിലേതെങ്കിലും ഒരു ഡെഫിനിഷൻ നിങ്ങൾ എക്സാമിന് ചോദിച്ചാൽ എഴുതിയാൽ മതി. സിമ്പിൾ ഡെഫിനിഷൻ എന്താ പറയുന്നത്? എ വോളണ്ടറി ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ. കമ്പനി എന്നത് ഒരു വോളണ്ടറി എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണെന്ത്? സ്വമേധയാ ഫോം ചെയ്യുന്ന അസോസിയേഷനെയാണ് വോളണ്ടറി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്, അല്ലേ? വോളണ്ടറി ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ. ഇൻകോർപ്പറേറ്റഡ് മീൻസ് രജിസ്ട്രേഡ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഹിസ്റ്ററി ഓഫ് കമ്പനി ലോ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നതാണെന്ത്? ഇങ്ങനെയുള്ള അസോസിയേഷൻ, ഇംഗ്ലണ്ടിലെ കമ്പനിയുടെ മീനിങ് ഇതേ രീതിയിൽ തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്, അല്ലേ? വോളണ്ടറി ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ വിച്ച് ഇസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ. കമ്പനി എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. അത് നിങ്ങൾക്കറിയാവുന്നതാണ്. കാരണം എന്താണ്? നമ്മുടെ കമ്പനി എന്ന് പറയുന്നത് കമ്പനിയുടെ ഓണേഴ്സിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇപ്പോൾ കമ്പനിയെപ്പറ്റി നിങ്ങൾ അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ കമ്പനി അക്കൗണ്ടായിട്ടാണ് ചെയ്യുന്നത്, അല്ലാതെ കമ്പനിയുടെ ഓണറുടെ അക്കൗണ്ട് ഒരിക്കലും കമ്പനിയുടെ അക്കൗണ്ടായിട്ട് നമ്മൾ പരിഗണിക്കില്ല. ഒരു സാധാരണ മനുഷ്യൻ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയിട്ടാണ് നമ്മൾ കമ്പനിയെ കാണുന്നത്. ഓക്കെ, ഒരു രൂപമില്ലാത്ത എന്നാൽ ഒറിജിനലി ഉള്ള ഒരു രൂപമുള്ള മനുഷ്യൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതേപോലെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയിട്ടാണ് നമ്മൾ കമ്പനിയെ കാണുന്നത്. ഓക്കെ, കമ്പനിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നതാണ് എന്താ? കമ്പനിയുടെ രജിസ്ട്രേഷൻ. ഓക്കെ, കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റിനെ നമുക്ക് എന്തായിട്ട് കണക്കാക്കാം? കമ്പനിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആയിട്ട് കണക്കാക്കാം. ഒരു മനുഷ്യനെ പോലെ നമുക്ക് എന്ത് ചെയ്യാം? കണക്കാക്കാം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ കമ്പനിക്ക് സ്വന്തമായിട്ടൊരു അക്കൗണ്ട് ഉണ്ടാകുന്നത്. കമ്പനിയുടെ പേരിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ഇനി കമ്പനി ഒരു മനുഷ്യനെ പോലെ മറ്റുള്ളവരുടെ മുമ്പിൽ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ സൈൻ ചെയ്യാറുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ എന്തെങ്കിലും കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ ഒരു ഹ്യൂമൻ ബീയിങ് എന്ത് ചെയ്യാറുണ്ട്? സൈൻ ചെയ്യാറുണ്ട്. അതേപോലെയുള്ള കമ്പനിയുടെ സിഗ്നേച്ചറിനെ നമ്മൾ പറയുന്ന പേരാണ് സീൽ, കോമൺ സീൽ. കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. സാധാരണ പേഴ്സണെ ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് ഒക്കെയും അതിന് നമുക്ക് ചെയ്യാനായിട്ടുള്ള അവസരം കൊടുത്തിട്ടുണ്ട്. നമ്മൾ കമ്പനി ചെയ്തതാണ്, കമ്പനിയുടെ ഒബ്ലിഗേഷനിൽ പെടുന്നതാണ് എന്ന് കാണിച്ച് സൈൻ ചെയ്യുന്നതായി നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഒരു കോമൺ സീല് പതിപ്പിക്കുകയാണ്. പെർപെച്വൽ സക്സഷൻ, അതായത് നമ്മൾ കമ്പനി എത്രത്തോളം കാലമുണ്ട്, അതായത് കമ്പനിയുടെ ഓണേഴ്സ് മരിക്കുന്നു എന്ന് കരുതി. ഇപ്പോൾ കമ്പനിയുടെ ഓണർ എന്ന് പറയുന്നത് നമ്മൾ പാരമ്പര്യമായിട്ട് ഒരു ബിസിനസ് നടത്തി വരുന്ന ആളുകളാണ്. എൻ്റെ അച്ഛനാണ് ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അല്ലെങ്കിൽ എൻ്റെ മുതുമുത്തച്ഛന്മാർ സ്റ്റാർട്ട് ചെയ്ത ബിസിനസ്സാണ് എന്ന് കരുതി ആ മുതുമുത്തച്ഛന്മാർ ഒരു വർഷം കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും മരിച്ച് പോവും, അല്ലേ? അന്നും കരുതി ആ കമ്പനി അവിടെ അവസാനിക്കുന്നില്ല. കമ്പനി ഇങ്ങനെ പെർമനൻ്റ് ആയിട്ട് ഒരു ലോങ് ടൈമിലേക്ക് അത് എന്ത് ചെയ്യുന്നു? സക്സീഡ് ചെയ്യുക. ഒരു ലോങ് ടൈമിലേക്ക് അത് നീണ്ടു പോകുന്നു.
അദ്ദേഹം മരിച്ചാൽ അടുത്ത ആൾ ആ കമ്പനി ഏറ്റെടുത്ത് നടത്തുന്നു. കമ്പനിക്ക് അങ്ങനെ ഒരു മരണമുള്ളതായിട്ട് കണക്കാക്കുന്നില്ല. അതിൻ്റെ ഓണർ മരിച്ചു അല്ലെങ്കിൽ ഓണർ ഇല്ല, ഓണർ ചേഞ്ചായി എന്ന് കരുതി കമ്പനി എന്ത് ചെയ്യണമെന്നില്ല, കമ്പനി അവിടെ നിന്ന് പോകണമെന്ന് ഇല്ല. സോ അങ്ങനെയുള്ളൊരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയിട്ടാണ് കമ്പനിയെ ലോ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയിട്ടാണ് നമ്മൾ കമ്പനിയെ കാണുന്നത്. ഓക്കെ, എന്താ ഡെഫിനിഷനിൽ പറയുന്നതിനകത്ത് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? കമ്പനി ഈസ് എ വോളണ്ടറി ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ വിച്ച് ഇസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. കമ്പനിയുടെ ലയബിലിറ്റി ലിമിറ്റഡ് ആണ്. ഇത് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ലിമിറ്റഡ് ലയബിലിറ്റി, കമ്പനിയുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ലിമിറ്റഡ് ലയബിലിറ്റി ആണ്. എങ്ങനെയാണ് കമ്പനിയുടെ ലയബിലിറ്റി ലിമിറ്റഡ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്? അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആണെന്ന് കരുതുക. അതായത് നമ്മൾ സ്വന്തമായിട്ട് നടത്തുന്ന അതിൻ്റെ ഓണറും അതിലെ എംപ്ലോയിയും അവിടുത്തെ കുഞ്ഞു കുഞ്ഞു ജോലികൾ ചെയ്യുന്ന ആളും അതിൻ്റെ അക്കൗണ്ടൻറ്റും അതിൻ്റെ ക്ലർക്കും എല്ലാം ഒരാൾ തന്നെയായിരിക്കും അല്ലേ? ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പിനകത്ത് എല്ലാം ഒരു സിംഗിൾ പേഴ്സൺ ആയിരിക്കും അതിൻ്റെ. അതേസമയം അങ്ങനെയുള്ള ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം എന്താണ്? എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ, എന്തെങ്കിലും ലോസ് ഉണ്ടായിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും നഷ്ടമുണ്ടായിക്കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ വീടും ഒക്കെ വിറ്റിട്ടാണെങ്കിലും അവരെന്ത് ചെയ്തോണം? ആ ലയബിലിറ്റി മീറ്റ് ചെയ്തോണം. പക്ഷേ കമ്പനിക്ക് അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, ഒരു ലിമിറ്റഡ് ലയബിലിറ്റി ആണുള്ളത്. കമ്പനിയുടെ ഓണേഴ്സ് എന്ന് പറയുന്ന ആരാണ്? നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് ആണ് അല്ലേ? ഓരോരോ തുല്യ പീസുകളാക്കി മാറ്റിയ ആ ചെറിയ ഭാഗം ഷെയറുകൾ മാത്രം പർച്ചേസ് ചെയ്തിരിക്കുന്ന ആളാണ് ഒരു ഷെയർ ഹോൾഡർ. ഞാൻ 10 രൂപയുടെ ഒരു ഷെയറാണ് ABC ലിമിറ്റഡിൽ നിന്നും വാങ്ങിയതെന്നിരിക്കും. ആ 10 രൂപയുടെ ലയബിലിറ്റിയേ എനിക്കുള്ളൂ. അതായത് എൻ്റെ ലയബിലിറ്റി ആ ഷെയറിൻ്റെ വാല്യൂ എത്രയാണോ ആ വാല്യൂവുമായിട്ട് ലിമിറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൽ കൂടുതൽ ലയബിലിറ്റി എനിക്കില്ല. 10 രൂപയുടെ ലയബിലിറ്റിയേ എനിക്കുള്ളൂ. അതേസമയം ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആണെങ്കിലോ അദ്ദേഹം അവിടെ കൊണ്ടുവന്നിരിക്കുന്ന ബിസിനസ്സിലെ എല്ലാ കാര്യങ്ങളും കൊണ്ടുവന്നിരിക്കുന്ന അദ്ദേഹം തന്നെയാണ്. അവിടുത്തെ ഫേർണിച്ചർ ആയിക്കോട്ടെ, അതിന് വേണ്ട ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തതായിക്കോട്ടെ, അവിടെ മെഷീനറീസ് വാങ്ങി, അവിടെ സ്റ്റോക്ക് വാങ്ങി വെച്ചത് എല്ലാം അദ്ദേഹം തന്നെയാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ ഫുൾ ലയബിലിറ്റിയും ആരുടെ പേരിലാണ്? ആ ഓണറുടെ പേരിലാണ്. എന്നാൽ കമ്പനിയിലെ ഓരോ ഷെയർ ഹോൾഡേഴ്സിനും അവരവർ വാങ്ങിയ പ്രപ്പോർഷൻ ഓഫ് ഷെയർസിന് മാത്രമേ ലയബിളായിട്ടുള്ളൂ. അതിൽ എക്സ്ട്രാ ഒരു ലയബിലിറ്റി ഒന്നും ഇല്ല. അതുകൊണ്ടാണ് അവിടുത്തെ ലിമിറ്റഡ് ലയബിലിറ്റി ആണെന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് ഡെഫിനിഷൻ നോക്കാം. According to Section 2, Subsection 20 of Companies Act 2013, a company means, ഇതാണ് ലേറ്റസ്റ്റ് ഡെഫിനിഷൻ, ഇതുവരെ ഇല്ലാത്ത ഒരു പുതിയ ഡെഫിനേഷനാണിത്. നിങ്ങൾ ടെക്സ്റ്റിൽ ഈ ഡെഫിനേഷൻ ആയിരിക്കും എക്സാമിന് എഴുതുമ്പോൾ ഇച്ചിരി കൂടെ റെലവൻ്റ് ആയിട്ടുള്ളത്. കാരണം നമ്മുടെ പുതിയ സിറ്റുവേഷൻസിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ലേറ്റസ്റ്റ് ഡെഫിനേഷൻ ഇതാണ്, പുതിയ കമ്പനീസ് ആക്ട് പ്രകാരമുള്ള ഡെഫിനേഷൻ. അക്കോർഡിംഗ് ടു Section 2, Subsection 20, ഒരു പ്രത്യേക കാര്യം പറയാം. ഡെഫിനിഷനൊക്കെ എഴുതുമ്പോൾ സെക്ഷൻസ് അറിയാമെങ്കിൽ മാത്രം നിങ്ങൾ സെക്ഷൻ എഴുതുക. അറിയില്ല എങ്കിൽ തട്ടിക്കൂട്ടി ഒരു സെക്ഷൻ എഴുതി മണ്ടത്തരം കാണിച്ചു വെക്കരുത്. സെക്ഷൻ അറിയാമെങ്കിൽ എഴുതുക, സെക്ഷൻ അറിയില്ലെങ്കിൽ എഴുതാതിരിക്കുകയാണ് ഭേദം. അറിയാതെ മണ്ടത്തരം എഴുതി വെക്കരുത്. According to Section 2, Subsection 20 of Companies Act 2013, a company means a company incorporated under this Act. ഏത് ആക്ട്? കമ്പനീസ് ആക്ട് 2013. ഒരു കമ്പനി ഇൻകോർപ്പറേറ്റഡ് മീൻസ് രജിസ്റ്റേർഡ്. കമ്പനീസ് ആക്ട് 2013 പ്രകാരം രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനി ഓർ അണ്ടർ എനി ഓഫ് ദ പ്രീവിയസ് കമ്പനീസ് ലോ. അതായത് ഇതിന് മുമ്പുണ്ടായിരുന്ന കമ്പനി ലോ നമ്മൾ പഠിച്ചതാണ് അല്ലേ? ആക്ട് 1956 ഉണ്ടായിരുന്നു, 1913 ഉണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് കമ്പനി ആക്റ്റുകൾ ഉണ്ടായിരുന്നു അല്ലേ? ഇതിലേതെങ്കിലും കമ്പനീസ് ആക്ട് പ്രകാരമോ രജിസ്റ്റർ ചെയ്ത, ഇത് പഠിക്കാൻ വളരെ സിമ്പിളാണ് അല്ലേ? അപ്പോൾ ഒരു കമ്പനി എന്താണെന്ന് ചോദിച്ചാൽ കമ്പനീസ് ആക്ട് 2013 പറയുന്നത് എന്താണ്? ഒന്നെങ്കിൽ കമ്പനീസ് ആക്ട് 2013 പ്രകാരം രജിസ്റ്റർ ചെയ്ത കമ്പനി, അല്ലെങ്കിൽ അതിനു മുമ്പുള്ള പ്രീവിയസ് കമ്പനീസ് ആക്റ്റുകൾ 1956, 1913 ഇത് പ്രകാരമൊക്കെ രജിസ്റ്റർ ചെയ്ത കമ്പനീസിനെയാണ് കമ്പനി എന്നുള്ളതിൻ്റെ അണ്ടറിൽ വരുത്താൻ പറ്റുന്നത്. സിമ്പിൾ ഡെഫിനിഷൻ
The definition makes it clear that all the companies registered under the old legislation dealing with the company registration shall be treated as companies. എല്ലാ കമ്പനീസ് ആക്റ്റുകളിലും ഇപ്പോൾ റെലവൻ്റ് ആയിട്ട് 2013 ആണ് ഉള്ളത്. അതുകൊണ്ട് അതിൽ ഉൾപ്പെടുന്നത് മാത്രമേ കമ്പനീസ് എന്ന് പറയാൻ പറ്റില്ല. അതിനു മുമ്പുള്ള ഏത് കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തതിനെയും നമുക്ക് കമ്പനിയായിട്ട് കരുതാവുന്നതാണ്. അപ്പോൾ ഇതാണ് കമ്പനിയുടെ ഡെഫിനിഷൻ. കമ്പനി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കമ്പനി എന്നതിൻ്റെ വേർഡിനെ പറ്റി ഇനി കൂടുതൽ എന്തെങ്കിലും പറയേണ്ടതുണ്ടോ? മനസ്സിലായി മിസ്. ഓക്കെ, ഇനി നമുക്കെന്നാ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പനീസ്. ഒരു രജിസ്റ്റേർഡ് കമ്പനീസ്, എന്തുകൊണ്ടാണ് രജിസ്റ്റേർഡ് കമ്പനി നമ്മൾ അവിടെ സ്പെഷ്യലായിട്ട് പറയാൻ കാരണം? നമ്മുടെ ഡെഫിനിഷനിൽ തന്നെ പറഞ്ഞായിരുന്നു കമ്പനീസ് ആക്ട് 2013 പ്രകാരമോ മറ്റേതെങ്കിലും കമ്പനീസ് ആക്ടുകൾ പ്രകാരമോ രജിസ്റ്റർ ചെയ്ത കമ്പനീസിനെയാണ് നമ്മൾ കമ്പനി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അല്ലാതെ രീതിയിൽ രജിസ്റ്റർ ചെയ്യുന്ന അല്ലാതെ രീതിയിൽ ആക്റ്റുകൾ പാസ് ആക്കി അല്ലെങ്കിൽ റോയൽ ചാർട്ടറുകൾ വഴി അങ്ങനെ പല രീതികളിലും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? കമ്പനീസ് ഫോം ചെയ്യാമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചായിരുന്നു അല്ലേ? 3 രീതികളിൽ കമ്പനികൾ സ്റ്റാർട്ട് ചെയ്യാം. അതിലൊന്ന് മാത്രമാണ് രജിസ്റ്റർ ചെയ്യുന്നത് കമ്പനീസ്. അല്ലാതെ വേറെ ഏതൊക്കെ രീതിയിൽ കമ്പനി സ്റ്റാർട്ട് ചെയ്യാം? പാർലമെൻറ്റിൽ ഒരു ആക്ട് പാസ്സാക്കി കമ്പനീസ് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിലോ റോയൽ ചാർട്ടർ ഇഷ്യൂ ചെയ്തും നമുക്ക് കമ്പനീസ് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാണ് ഒരു രജിസ്റ്റേർഡ് കമ്പനിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നതാണ് നോക്കാൻ പോകുന്നത്. ടെക്സ്റ്റിൽ പേജ് നമ്പർ 17 ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞിട്ടുണ്ട്. സോറി, ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ്, ടൈം തീരാറായോ? 10:42 ആയല്ലേ? കുറച്ച് സമയം വേണ്ട. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണിത്, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. ദി മെയിൻ ഫീച്ചർ ഓഫ് എ കമ്പനി ഈസ് ഇറ്റ്സ് ഇൻഡിപെൻഡൻറ്റ് കോർപ്പറേറ്റ് എക്സിസ്റ്റൻസ്. A company is in law regarded as an entity separate from its members. A company's money and property belongs to the company and not to the shareholders. Okay, separate legal entity. ഇത് നമ്മൾ കമ്പനീസ് ആക്ടിലെ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു എന്താ? കമ്പനി എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണെന്ന് പറഞ്ഞു. സാധാരണ മനുഷ്യനെ പോലെ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയിട്ടാണ്, ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ടാണ് നമ്മൾ കമ്പനിയെ കാണുന്നത്. കമ്പനിയും കമ്പനി ഓണേഴ്സും ഡിഫറെൻ്റ് ആണ്. കമ്പനി ഓണേഴ്സ് എന്ന് പറയുന്ന ആരാണ്? ഷെയർ ഹോൾഡേഴ്സ്. കമ്പനിക്ക് എത്രയാണോ ക്യാപിറ്റൽ വേണ്ടത് ആ ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടി ടോട്ടൽ ക്യാപിറ്റലിനെ ഡിവൈഡ് ചെയ്ത ഓരോ ഷെയറും പർച്ചേസ് ചെയ്യുന്ന ആളുകൾ മാത്രമാണ് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ്. അല്ലാതെ കമ്പനിയല്ല. കമ്പനിക്ക് വേണ്ടി ക്യാപിറ്റൽ സ്വരൂപിക്കുന്ന ആൾക്കാരാണ് ഷെയർ ഹോൾഡേഴ്സ്, കമ്പനിയുടെ ഓണേഴ്സാണ്, അല്ലാതെ കമ്പനിയല്ല ഇവർ. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? കമ്പനിയും കമ്പനി ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ കമ്പനി ഓണേഴ്സും ഇൻഡിപെൻഡൻ്റ് ആണ്. അവർ രണ്ടും സെയിം അല്ല, അവർ രണ്ടും സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആണ്. രണ്ടും ഇൻഡിപെൻഡൻറ്റ് കോർപ്പറേറ്റ് എക്സിസ്റ്റൻസ് ആണെന്നാണ് പറയുന്നത്. ലോയിൽ പറയുന്നത് എന്താണ്? കമ്പനിയുടെ മണി അല്ലെങ്കിൽ കമ്പനീസിൻ്റെ ഓണർഷിപ്പിലുള്ള എന്തെങ്കിലും വസ്തു അത് കമ്പനിയുടെ പ്രോപ്പർട്ടി മാത്രമാണ്, അല്ലാതെ കമ്പനി ഓണേഴ്സിൻ്റെ പ്രോപ്പർട്ടി അല്ല. ഓക്കെ, ഇപ്പോൾ നമ്മൾ റിലയൻസിൻ്റെ കുറേ ഷെയർസ് പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ റിലയൻസിൻ്റെ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ പെടുന്ന ഒന്നാണ് നമ്മുടെ ട്രെൻഡ്സ് എന്ന് പറയുന്നത് അല്ലേ? നമ്മൾ അവിടെ ഇത് എൻ്റെ കമ്പനിയാണ്, ഞാൻ എൻ്റെ ഷെയർ പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവിടുത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ചുമ്മാ പെറുക്കിക്കൊണ്ട് പോകാൻ പറ്റുമോ? ഇല്ല. കമ്പനി ഓണേഴ്സും കമ്പനിയും അവിടെ എന്താണ്? ഡിഫറെൻ്റ് എൻറ്റിറ്റിയാണ്. ഈ പറഞ്ഞത് വെറുതെ ഒരു എക്സാമ്പിളിന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഷെയർ ഹോൾഡർ ആണ് എന്ന് പറഞ്ഞ് കമ്പനിയിൽ ഫുൾ അധികാരവും നമുക്കില്ല. കമ്പനി നമ്മളല്ല. ഓക്കെ, കമ്പനി ഓണറും കമ്പനിയും സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റീസ് ആണ്. കമ്പനിയുടെ പ്രോപ്പർട്ടീസിൽ കമ്പനി ഓണേഴ്സിന് അവകാശമില്ല. അവർ രണ്ടും ഡിഫറെൻ്റ് എൻറ്റിറ്റീസ് ആണെന്നാണ് പറയുന്നത്. ഒരു കേസ് ലോ ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമ്മുടെ ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കണ്ടോ?
ദിസ് ഈസ് എ ലീഡിങ് കേസ് ഓൺ ദിസ് പോയിന്റ്. ഈ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്നുള്ളതിനെ കാണിക്കുന്ന ഒരു എക്സാമ്പിളായിട്ട് ഒരു കേസ് ലോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കാം, നമ്മുടെ എക്സാമ്പിളുകളിലൊക്കെയും കേസ് ലോകൾ പറയുമ്പോൾ ഒന്ന് ആരാണോ ആ കേസ് ലോയിൽ ഉൾപ്പെടുന്നത്, കമ്പനീസ് അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണ് എന്നാണ്. Solomon had business in boot manufacture. He formed a company called Solomon and Company and transferred the company to newly formed company. Solomon, his wife, daughter and 4 sons were the shareholders. As consideration for the transfer, he received the major portion of the shares of the company and debentures for $10,000. Later, on the company went into liquidation, Solomon claimed the payment of the amount covered by the debentures from the assets of the company. The unsecured creditors of the company objected on the ground that the business really belongs to Solomon and he should not be allowed to claim as a secured creditor. The court held that Solomon as an individual is quite distinct from Solomon and Company, and he could therefore a secured creditor for the company even though he happened to hold the majority of shares. Okay, നമ്മുടെ സോളമൻ എന്ന് പറയുന്ന ഒരാൾ ഒരു ബൂട്ട് മാനുഫാക്ചറർ ആണ്. അദ്ദേഹം ഒരു ബൂട്ട് മാനുഫാക്ചറാണ്. അദ്ദേഹം സോളമൻ ആൻഡ് കമ്പനി എന്ന് പറഞ്ഞ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ഒരു ബിസിനസ് ഫോം ചെയ്തു. അതിലെ ഷെയർ ഹോൾഡേഴ്സായിട്ട്, അതായത് സോളമൻ ആൻഡ് കമ്പനിയുടെ ടോട്ടൽ ക്യാപിറ്റലിനെ അദ്ദേഹം ഡിവൈഡ് ചെയ്തു. അതിൻ്റെ ഓരോ ഡിവിഷൻസും വാങ്ങിയത് ആരൊക്കെയാണ്? ഒരാൾ സോളമൻ, ഒന്ന് സോളമൻ പർച്ചേസ് ചെയ്തു, അടുത്തതോ അദ്ദേഹത്തിൻ്റെ വൈഫ്, പിന്നെയുള്ളത് അദ്ദേഹത്തിൻ്റെ ഡോട്ടർ, പിന്നെ അദ്ദേഹത്തിൻ്റെ 4 ആൺമക്കൾ. ഇത്രയും പേരാണ് ഈ ഷെയർസ് എല്ലാം പർച്ചേസ് ചെയ്തത്. ഒറ്റ അടിക്ക് നോക്കുമ്പോൾ സോളമൻ്റെ വീട്ടിലുള്ള ആളുകളെല്ലാവരും കൂടെ പർച്ചേസ് ചെയ്തു സോളമൻ്റെ സ്വന്തം ഓണർഷിപ്പിലുള്ള കമ്പനി, അല്ലേ? ഒറ്റ നോട്ടത്തിൽ നമുക്ക് നോക്കുമ്പോൾ സോളമൻ്റെ സ്വന്തം ഓണർഷിപ്പിലുള്ള ഒരു കമ്പനിയായിട്ട് നമുക്ക് കണക്കാക്കാം. കാര്യം അവിടുത്തെ എല്ലാ ഷെയർസും പർച്ചേസ് ചെയ്യുന്നത് സോളമൻ്റെ കുടുംബത്തിലുള്ള ഫാമിലിയിലുള്ള ആളുകൾ മാത്രമാണ്. As consideration for the transfer, he received major portion of the shares of the company. ഇനി അതേപോലെ തന്നെ ഷെയർസും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഡിബഞ്ചേഴ്സും ഉണ്ടായിരുന്നു $10,000. ഇനി കമ്പനി ലിക്വിഡേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ലിക്വിഡേഷൻ മീൻസ് എന്താണ്? വൈൻഡ് അപ്പ് ചെയ്യുക, കമ്പനി അവസാനിപ്പിക്കാനായിട്ട് പോവുകയാണ്. കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് എല്ലാം സോളമൻ്റെ വൈഫും മക്കളും ഒക്കെ തന്നെയാണ്. ലിക്വിഡേറ്റ് ചെയ്യാനായിട്ടുള്ള തീരുമാനമെടുക്കാനും ഷെയർ ഹോൾഡേഴ്സാണ് തീരുമാനം എടുക്കുന്നത്, അല്ലേ? തീരുമാനം എടുക്കാനായിട്ട് എല്ലാം സോളമൻ്റെ കൺട്രോളിലുള്ള ആൾക്കാരാണ്. അപ്പോൾ സോളമൻ്റെ ഡിസിഷൻ അനുസരിച്ച് ലിക്വിഡേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. Solomon claimed the payment of the amount covered by the debenture from the assets of the company. കമ്പനിയുടെ അസറ്റ്സിൽ നിന്നും സോളമൻ $10,000 ഡിബഞ്ചർ വാങ്ങിയിരുന്നു. ഡിബഞ്ചർ മീൻസ് കടപ്പത്രം. ഡിബഞ്ചറും ഷെയർസും ഡിഫറെൻ്റ് ആണ്. അതിൻ്റെ ഡിഫറൻസ് ഒക്കെ ഇപ്പോൾ പറയാൻ പോയി കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. ഡിബഞ്ചർ എന്നതുകൊണ്ട് ഷെയർ പോലെ തന്നെ മറ്റൊന്നാണ്. ഷെയർസ് എന്ന് പറയുന്നത് ഓണർഷിപ്പ് ഫണ്ടാണെങ്കിൽ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് ബോറോഡ് ഫണ്ടാണ്, കടം വാങ്ങുന്നതാണ്. ഓക്കെ, അത് കടമായിട്ടാണ്. ഷെയർസിന് നമ്മൾ ലാഭം ഡിവിഡൻ്റ് ആയിട്ട് കൊടുക്കുന്നുവെങ്കിൽ ഡിബഞ്ചേഴ്സിന് നമ്മൾ എന്താണ് കൊടുക്കുന്നത്? ഇൻട്രസ്റ്റ് ആണ് പേ ചെയ്യുന്നത്. അത് ലാഭം ഉണ്ടെങ്കിലും നഷ്ടമാണെങ്കിലും. ഡിബഞ്ചേഴ്സിനെ പറ്റി കൂടുതൽ ക്ലാസ്സുകൾ നമുക്ക് അടുത്ത ദിവസം എടുക്കാം. അപ്പോൾ പറഞ്ഞ് എക്സാമ്പിളിനകത്ത് പറയാം, ഷെയർസ് പർച്ചേസ് ചെയ്തത് കൂടാതെ സോളമൻ $10,000 ഡിബഞ്ചേഴ്സും വാങ്ങിയിട്ടുണ്ട്. ലിക്വിഡേറ്റ് ചെയ്യുമ്പോൾ, അതായത് കമ്പനി അവസാനിപ്പിക്കുമ്പോൾ കമ്പനിയുടെ കടങ്ങളെല്ലാം നമ്മൾ കൊടുത്തു തീർക്കണം, അല്ലേ? അപ്പോൾ കടങ്ങളിൽ പെടുന്നതാണ് ഈ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. അതിന് ശേഷം എന്തെങ്കിലും മിച്ചം ഉണ്ടെങ്കിലാണ് നമ്മൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇടയിൽ അത് വിധിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കടത്തിനകത്ത് ഈ $10,000 വീതിച്ചു കൊടുക്കാനായി പോവുകയാണ്. സോളമൻ ക്ലെയിം ദ പേയ്മെൻറ്റ് ഓഫ് എമൗണ്ട് കവേർഡ് ബൈ ദ ഡിബഞ്ചർ. അസറ്റിൽ നിന്നും $10,000 എനിക്ക് വേണം എന്ന് പറഞ്ഞു.
The unsecured creditors of the company objected on the ground that the business really belongs to Solomon and he should not be allowed to claim a secured creditor. സത്യത്തിൽ കമ്പനിയിലെ എല്ലാ പോർഷൻ ഓഫ് ഷെയർസും പർച്ചേസ് ചെയ്തിരിക്കുന്ന ആര് തന്നെയാണ്? സോളമൻ തന്നെയാണ് അല്ലേ? അപ്പോൾ ഈ സോളമൻ ഡിബഞ്ചേഴ്സിന് പേയ്മെൻറ്റ് നടത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പേയ്മെൻറ്റ് നടത്തേണ്ട ആര് തന്നെയാണ്? അദ്ദേഹത്തിന് തന്നെയാണ് പേയ്മെൻറ്റ് നടത്തേണ്ടത് അല്ലേ? അതുകൊണ്ട് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് എന്ത് ചെയ്തു? ഇതിനെ ഒബ്ജക്റ്റ് ചെയ്തു. ഇതിനെതിരെ അവർ പറഞ്ഞു എന്താണ്, ഇത് ചെയ്യാൻ പാടില്ല, കാരണം സെക്യൂർഡ് ക്രെഡിറ്ററായിട്ട് ഞങ്ങൾക്ക് സോളമനെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. കാരണം സോളമനാണ് ഈ കമ്പനിയുടെ മെജോറിറ്റി ഓഫ് ഷെയർസും പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇത് ആരുടെ ഇതായിട്ട് സോളമനെ നമുക്കൊരു സെക്യൂർഡ് ക്രെഡിറ്ററായിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് അദ്ദേഹത്തിന് ക്ലെയിം ചെയ്യാനും പറ്റില്ല എന്നും പറഞ്ഞു. The court held that Solomon as an individual is quite distinct from Solomon and Company. ഇത് നമ്മുടെ കമ്പനിയെ പറ്റിയും സോളമനെ പറ്റിയും കോർട്ട് തന്ന ഒരു ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആണ്. സോളമന് ഒരു സെക്യൂർഡ് ക്രെഡിറ്റഡ് ആകാം. എന്തുകൊണ്ട്? സോളമനും അതായത് ഷെയർ ഹോൾഡറും നമ്മുടെ കമ്പനിയും ഡിഫറെൻ്റ് ആണ്. സോളമൻ്റെ ഫ്രണ്ട്ഷിപ്പിലും ഫാമിലിയിലും ഉള്ളവരാണ് ഷെയർസ് പർച്ചേസ് ചെയ്തു എന്നും പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സോളമനെ അൺസെക്യൂർഡ് ക്രെഡിറ്റഡ് ആക്കി മാറ്റാനായിട്ട് സാധിക്കില്ല. കാരണം സോളമനെ ഒരു കംപ്ലീറ്റ് ഓണറായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് അല്ല, ഇത് കമ്പനിയാണ്. കമ്പനിയുടെ ഒരു ഫീച്ചർ എന്താണ്? കമ്പനി ഓണേഴ്സും കമ്പനിയും സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റീസാണ്, സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്. അപ്പോൾ കമ്പനിയുടെ ഷെയർ പർച്ചേസ് ചെയ്തു എന്നും കരുതി സോളമൻ്റെ ഓണർഷിപ്പിലുള്ളതാണ്, സോളമനാണ് കമ്പനി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ സോളമൻ്റെ ഡിബഞ്ചേഴ്സിനെ നമുക്ക് സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിൻ്റെ പേയ്മെൻറ്റിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺസിഡർ ചെയ്യാൻ പറ്റും, പേയ്മെൻറ്റ് നടത്തണം എന്നാണ് കോർട്ട് പറഞ്ഞത്. ഈവൻ ദോ ഹി ഹാപ്പൻ ടു ഹോൾഡ് എ മെജോറിറ്റി ഓഫ് ഷെയർസ്, സോളമനാണ് ഫുൾ ഷെയർസും പർച്ചേസ് ചെയ്തിരുന്നാൽ കൂടിയും ആ പേയ്മെൻറ്റ് നടത്തിയേ പറ്റുള്ളൂ. സോളമൻ സത്യത്തിൽ കാണിച്ചത് എന്താണ്? ഒരു തട്ടിപ്പാണ് കാണിച്ചത് അല്ലേ? പക്ഷേ കോർട്ടിന് ആ തട്ടിപ്പിന് കൂട്ടു നിൽക്കാനേ പറ്റുള്ളൂ. കാരണം എന്താണ്? നമ്മുടെ ലോയിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. സോളമൻ വളരെ ബുദ്ധിമാനാണ് അല്ലേ? അങ്ങനെ നമ്മുടെ ഓണറും നമ്മുടെ കമ്പനിയും സെപ്പറേറ്റ് ആയിട്ടുള്ള ലീഗൽ എൻറ്റിറ്റീസ് ആണ് എന്നാണ് നമ്മുടെ രജിസ്ട്രേഡ് കമ്പനിയുടെ മേജർ ക്യാരക്ടറിസ്റ്റിക്സ്. ബാക്കി ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക്സ് ഏതാണ്? സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. ഒന്നും കൂടെ പറയാം ഫൈനലായിട്ട്. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനിയും കമ്പനിയുടെ ഓണേഴ്സും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള രണ്ട് എക്സിസ്റ്റൻസ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. കമ്പനിയുടെ ഓണർഷിപ്പിലോ അല്ലെങ്കിൽ കമ്പനിയുടെ മണി അല്ലെങ്കിൽ മണീസ് വർത്ത്, കമ്പനിയുടെ പ്രോപ്പർട്ടി, അതെല്ലാം ആരുടെ ആണ്? കമ്പനിയുടെ ബിലോങ്സ് ആയിട്ട് മാത്രമേ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഷെയർ ഹോൾഡേഴ്സിൻ്റേതായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റില്ല. അതിനുള്ള ഒരു എക്സാമ്പിളാണ് നമ്മളിവിടെ പറഞ്ഞത് അല്ലേ? അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ. ആർക്കും ഒന്നും പറയാനില്ല? അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് കമ്പനി ഡെഫിനിഷനാണ്, കമ്പനിയുടെ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സുമാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കുക. ഇപ്പോൾ ചോദിക്കാൻ പറ്റിയില്ലെങ്കിൽ മെസ്സേജ് അയക്കുമെങ്കിലും ചെയ്യാം. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, എന്നും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ആ നോട്ട് എനിക്ക് മെയിൽ ചെയ്യുക. ഓക്കെ, ഇന്ന് തന്നെ പേരും ക്ലാസ് ഫുൾ നെയിമും റോൾ നമ്പർ ഇല്ലല്ലോ അല്ലേ, സോറി, ഡേറ്റും വെച്ചിട്ട് എനിക്ക് എൻ്റെ മെയിൽ ഐ ഡി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ആ മെയിലിലേക്ക് നിങ്ങൾ നോട്ട് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ.